Mark your attendance, please. Mark your attendance. Attendance mark ചെയ്തേ. ചെയ്തോ? Can you hear me properly? Can you hear me? Show me your thumb. മിസ് പറയുന്നത് കേൾക്കാൻ വേണ്ടെങ്കിൽ തമ്പ് കാണിച്ച മിസ്സിനെ. യാ ഗുഡ്. നിവേദ്യ ഗുഡ്. അമൻ മാധവ് മോനെ വീഡിയോ ശരിക്കും പിടിച്ചേ. ആയുഷ് ടേൺ ഓൺ യുവർ വീഡിയോ. ഏബൽ മാത്യു, ആരവ്, ഓക്കെ. അലൻ ജോസഫ് ഗുഡ്. റെഡി? Yeah, good. Okay, all of you take your GK textbook. All of you take your GK textbook. GK textbook. We are a team. We are a team. Take this lesson. Take this lesson. We are a team. Naila, where is your book? Naila, where is your textbook? Where is your textbook? Take that. Okay. Open it. Abel Matthew, where is your textbook? Abel Matthew, where is your textbook? Show me. Good, good. Okay. Ready? Richard, show me your textbook. Richard Sijo, show me your textbook. Good. Okay, then Arav, okay, good. Then Gia Rose, Allah, okay, where is the textbook? Yeah, good. Good. ഹേവൽ മാത്യു സുന്ദരനാടാ. മതി കേട്ടോ. അമ്മയോട് പറ ഞാൻ മിടുക്കനാന്ന് പറ. ഞാൻ നല്ല ചുന്ദരക്കൂട്ടനാന്ന് പറ. Okay, then now we are going to learn about sports, some games. Okay, we are a team. Name of our chapter is we are a team. Team means എന്താ മക്കളെ ടീം എന്ന് പറഞ്ഞാല്? എന്താണ് ടീം? We are a team. Hockey is a team sport. Can you hear? Each team has 11 players. The players work hard to help their teams win. I am playing volleyball. Once again. We are a team. Hockey is a team sport. Each team has 11 players. The players work hard to help their teams win. I am playing volleyball. Okay. Nuras, unmute. എന്തിനാ മോനെ? What happened? ഒന്നുമില്ല. എന്തിനാ മോൻ കൈ ഉയർത്തിയേ? കൈ ഉയർത്തിയിട്ടില്ല. കൈ ഉയർത്തിയിട്ടില്ല. ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. Then Muhammad Abes. Okay, what's your problem? എന്തിനാ മോൻ കൈ ഉയർത്തിയേ? Yes, miss. Yes, what's your problem? ഈ അന്റെ ബുക്കില് സെയിം മിസ്സിന്റെ ബുക്കിലല്ല സെയിം. പേജ് നമ്പർ മാറ്റാണോ? Don't worry. ഫുട്ബോൾ അല്ലേ? മോനെ, we are a team.
ചാച്ചാ നെഹ്റുവിന്റെ പാഠത്തിന് ശേഷം വരുന്നത്? എടുത്ത്. Good. Okay. Then once again listen. എല്ലാവരും ബുക്കൊക്കെ എടുത്ത് വരുന്നതേ ഉള്ളൂ. We are a team. Hockey is a team sport. Each team has 11 players. The players work hard to help their teams win. I am playing volleyball. How many players are there in the teams for the sports given below? Choose from the box. Write the correct answers. Okay. First one is Kho-Kho. How many players are there in Kho-Kho? Do you know how to play Kho-Kho? എങ്ങനെയാണ് ഖോ-ഖോ കളിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ അറിയും? എങ്ങനെ അറിയും ഖോ-ഖോ എങ്ങനെ കളിക്കുന്നതെന്ന്? എങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞ ടീച്ചർ പറഞ്ഞു തരില്ല, മക്കൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് നോട്ട് എഴുതുമ്പോൾ ആ ഖോ-ഖോ കളിയുടെ ഒരു ചിത്രവും കൂടെ നോട്ടിൽ എഴുതി വെക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങള്? എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും മാർഗമുണ്ടോ? ആർക്കില്ല എനി ഐഡിയ? എന്താ ഈ ഖോ-ഖോ കളി? അതിനകത്ത് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? കണ്ടുപിടിച്ചിട്ട് മിസ്സിന് പറഞ്ഞു തരുമോ? ആരൊക്കെ തയ്യാറാണ് അതിന്? ആരൊക്കെയാ തയ്യാറാണ്? ആരോടാ ചോദിക്കുക നിങ്ങള്? ഇത് മിസ് നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ ഡ്യൂട്ടിയാണ്. എന്താണ് ഖോ-ഖോ കളി? അതിനകത്ത് എത്ര പേര് പങ്കെടുക്കും? അതിന്റെ ഒരു ചിത്രമൊക്കെ ഒട്ടിച്ചിട്ട് വേണം മിസ്സിന് നോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നെക്സ്റ്റ് ഫുട്ബോൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കളിയാ അല്ലേ? ആണോ? ഓക്കെ. ഫുട്ബോളിനകത്ത് എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടാവും? ബിക്കോസ് ദിസ് ഈസ് എ ടീം ഗെയിം, നോട്ട് എ സിംഗിൾ പ്ലെയർ ഗെയിം. അതായത് ഒരാൾ മാത്രമായിട്ട് കളിക്കുന്നതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിനകത്ത് കുറെ അധികം ആൾക്കാർ ചേർന്ന് ഒന്നിച്ച് ചേർന്ന് കളിക്കുന്ന കളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കളി ജയിക്കണമെങ്കിൽ പാർട്ടിസിപ്പേഷൻ, എല്ലാവരും തമ്മിലുള്ള കോർഡിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഒരു ടീം ഗെയിമാണ്, അല്ലാതെ ഒരാൾ തന്നെ കളിക്കുന്ന ഗെയിം അല്ല. ഓക്കെ. അപ്പൊ അത് ടീം ഗെയിമിലാണ്, അതിനകത്ത് കുറെ മെമ്പേഴ്സും വേണം. ഇവർ ചോദിച്ചിരിക്കുന്നത് ഖോ-ഖോയിൽ എത്ര ആൾക്കാരുണ്ടാവും? മിസ് ആൻസർ പറഞ്ഞു തരില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ് ഗെയിം ഈസ് ഫുട്ബോൾ. ഫുട്ബോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ പേര് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫുട്ബോൾ ആണെന്നും പറഞ്ഞ് മിസ്സിന് എഴുതി അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുട്ബോള് മിസ്സിന് അയച്ചത്. അപ്പോൾ ഫുട്ബോളിനകത്ത് എത്ര ആൾക്കാർ പങ്കെടുക്കാറുണ്ട്? ഓക്കെ. നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രമൊക്കെ നോട്ടിൽ ആക്കിയിട്ട് മിസ് കളർഫുൾ ആക്കിയിട്ട് അയക്കാം മിസ്സിന്. പറഞ്ഞ മനസ്സിലായാലും വളരെ നല്ല മനോഹരമായിട്ട് നോട്ട് സെൻഡ് ചെയ്യുന്നവരുണ്ട്. ഇനി അങ്ങനെ ചെയ്യാത്തവരോട് അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബുക്ക് കാണാനും പഠിക്കാനും ഒക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, റെഡി? അപ്പൊ നെക്സ്റ്റ് മന്തിലുള്ള എക്സാമിന് തയ്യാറാകാനും കൂടി ചെയ്യണം. റെഡിയാണല്ലോ? അപ്പൊ നെക്സ്റ്റ് ഗെയിം ഈസ് വോളിബോൾ. നെക്സ്റ്റ് ഗെയിം ഈസ് വോളിബോൾ. ഏതാണ്ട് നിങ്ങൾക്കറിയാമോ വോളിബോള്? വോളിബോൾ കളിക്കാൻ അറിയാമോ? എത്ര പേർക്ക് വോളിബോൾ കളിക്കാൻ അറിയാം? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ വോളിബോൾ കളിക്കുന്നേ? ഹൗ ടു പ്ലേ എ വോളിബോൾ? മക്കൾ കളിച്ചിട്ടുണ്ടോ? കണ്ടോ ഈ അങ്കിള് കളിക്കുന്നത് കണ്ടോ? ഐ ആം പ്ലേയിങ് വോളിബോൾ. ഐ ആം പ്ലേയിങ്, ചേച്ചിയാണ് അല്ലേ? ഐ ആം പ്ലേയിങ് വോളിബോൾ. ഞാന് വോളിബോൾ കളിക്കുകയാണെന്നാണ് പറയുന്നത്, പ്ലെയർ പറയുന്നത്. അപ്പൊ നോക്കിക്കേ എന്താ ചെയ്യുന്നത്? വൺ ബോൾ ഉണ്ട് ഹാൻഡ് അല്ലേ? അത് പക്ഷെ ബോള് ഹാൻഡും കൊണ്ടാ ലെഗ് കൊണ്ടാ ചെയ്യുന്നതെങ്കിലോ? കൈ കൊണ്ട് ചെയ്തപ്പോൾ നമ്മൾ വോളിബോൾ എന്ന് പറഞ്ഞു. കാലും കൊണ്ടാണെങ്കിലോ അതിന് വേറൊരു പേര് പറയും അല്ലേ? അതെന്ത് പേരാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമാണ്, പലരും കളിക്കുന്ന ഗെയിമാണ്. അതെന്താണ്? എല്ലാം മിസ് പറഞ്ഞു തരത്തില്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ മറക്കൂലല്ലോ. യെസ്, ബട്ട് ഫിയോണ അൺമ്യൂട്ട് ആൻഡ് സേ വിച്ച് ഗെയിം ഈസ് ദാറ്റ്? യാ, മിടുക്കി. ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടാണോ? ഫുട്ബോൾ കളിക്കാൻ
എത്ര പേരുണ്ടാ ഫുട്ബോൾ കളിയില്? എത്ര പേരുണ്ടാവും? അതറിയത്തില്ല അല്ലേ? എന്നാലും എവിടെ വെച്ചാ ഫുട്ബോൾ കളിക്കുന്നത്? ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ? ദാറ്റ് മീൻസ് നമ്മളുടെ വീടിന്റെ ഉള്ളിൽ നിന്നുമാണോ പുറത്തുനിന്നുമാണോ കളിക്കുന്നത്? പറ. യെസ്, ഇറ്റ് ഇസ് യുവർ ടേൺ. പറഞ്ഞോളൂ. ബിയോണ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. പുറത്തുനിന്ന്. അപ്പൊ ഔട്ട്ഡോർ ഗെയിം അല്ലേ? ഇറ്റ് ഈസ് എ ഔട്ട്ഡോർ ഗെയിം. ഗുഡ്. പുറത്തുനിന്ന് എവിടുന്നാ കളിക്കുന്നത്? കുറച്ച് സ്ഥലം മതിയോ അതൊക്കെ ഒരു നല്ലോണം സ്ഥലം വേണോ? വലിയ സ്ഥലം വേണം. ചിന്തിച്ചു നോക്കി അതിന്റെ എത്രമാത്രം പ്ലേയേഴ്സ് ഉണ്ടാവുന്ന ഒന്ന് ഊഹിച്ചു പറയാമോ? 11. ഓക്കെ, 11. ദെൻ അങ്ങനെ ആലോചിക്കുമ്പോ എണ്ണം കൂടി പോകും അല്ലേ? ആലോചിക്കുന്നവർ ഓരോന്ന് കൂടി വരും അല്ലേ മോളെ? ഗുഡ്. മിടിക്കുക കേട്ടോ. ഇത്രയും പറഞ്ഞല്ലോ. ഓക്കെ, ദെൻ നൂറാസ്, വേർ ആർ യു? ഐ കാൺട് സീ യു. നൂറാസ് അൺമ്യൂട്ട് ചെയ്തേ. മോക്ക് ഇഷ്ടമുള്ള ഗെയിം പറഞ്ഞേ. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഗെയിം? നൂറാസ്, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഗെയിം? ക്രിക്കറ്റ്. ഓക്കെ, യു ഓൾറെഡി ടോൾഡ് മീ അബൌട്ട് ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, മിസ്സിനോട് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ക്രിക്കറ്റിൽ എത്ര പേര് കളിക്കും? ക്രിക്കറ്റിൽ എത്ര പേര് കളിക്കും? ക്രിക്കറ്റിൽ എത്ര പേരുണ്ട്? മിസ്സിന് അറിഞ്ഞൂടാ, അമ്മ പറഞ്ഞു തരണം എത്രയാന്ന്. എത്ര പേരുണ്ട്? ഹൗ മെനി പ്ലേയേഴ്സ് ആർ ദേർ? മൊത്തം 7. എന്നാ ഒരു കാര്യം ചെയ്യോ, മോൻ എന്ത് ചെയ്യണമെന്ന് അറിയണോ? ക്രിക്കറ്റിനെ കുറിച്ച് ഒരു 3-4 സെന്റൻസ് എഴുതിട്ട് മിസ്സിന് അയച്ചു തരണം. നൂറാസ് റെഡിയാണോ? മിടുക്കനാട്ടോ. ദെൻ മുഹമ്മദിന് ബുക്ക് കിട്ടിയില്ലേ ഇതുവരെ? മുഹമ്മദ് അബീസ്, ബുക്ക് കിട്ടിയില്ലേ മോനെ ഇതുവരെ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ബുക്ക്. നമ്മുടെ ചെറിയ ഉണ്ട്. അനാമികയ്ക്ക് ഇഷ്ടമുള്ള ഗെയിം ഏതാ? വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഗെയിം? ആലോചിക്കുന്നേ ഉള്ളൂ ഏതാണ് ഇഷ്ടമുള്ള ഗെയിം എന്നല്ലേ. അപ്പൊ മോള് ഗെയിം കളിക്കാറില്ലേ? പിന്നെ ഇത്ര ആലോചിക്കുന്നേ? ഫേവറേറ്റ് ഗെയിം ചോദിച്ചപ്പോ ഫുട്ബോള്. എത്ര തവണ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്? കൊറേ വട്ടം കളിച്ചിട്ടുണ്ട്. ആരുടെ കൂടെയാ കളിക്കുന്നേ? അപ്പുറത്തെ വീട്ടിലത്തെ പിള്ളേരും പിന്നെ എന്റെ ഏട്ടനെല്ലാം കൂടിയിട്ട്. 1 സെക്കൻഡ്. ഇതിന്റെ ഇടയ്ക്ക് ആരോ സ്ക്രീനിൽ പണിയുന്നുണ്ടേ. ആരാടാ സ്ക്രീനിൽ വരച്ചിടുന്നത്? വേണ്ട കേട്ടോ. ദെൻ അലൻ ജോസഫിന് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? അലൻ ജോസഫ് എന്താണ് മോനെ? വിച്ച് ഇസ് യുവർ ഫേവറേറ്റ്? ഫുട്ബോൾ. ഓക്കെ, എങ്ങനെയാണ് മോൻ ഫുട്ബോൾ കളിക്കുന്നത്? ആരുടെ കൂടെയാണ് കളിക്കുന്നത്? ഇതാരുടെ പേര്? ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം കാണുന്നുണ്ട്, പക്ഷെ പേര് മനസ്സിലാവുന്നില്ല കേട്ടോ. ലാസ്റ്റ് വൺ, ബ്ലൂ ഷർട്ട് ഇട്ടിട്ടിരിക്കുന്നത്. ആരവ് പി വിനോദ്. ഓക്കെ, ഗുഡ്. പേര് വന്നില്ല എന്നതുകൊണ്ടാ. ഓക്കെ, ആരവ്. Then below that there is another person, Devang K. ഓക്കെ, എന്റെ പേര് ഇവിടെ ക്ലിയർ ആവുന്നില്ല. ദേവാങ്, say about game, your favorite game. ഫുട്ബോളും ക്രിക്കറ്റും. എല്ലാവർക്കും ഫുട്ബോളും ക്രിക്കറ്റും മാത്രം ഇഷ്ടം, വേറൊരു ഗെയിമും ഇഷ്ടമില്ലേ? ദേവാങ്കേ, എല്ലാവർക്കും ഫുട്ബോളും ക്രിക്കറ്റും മാത്രം. ആർക്കും വോളിബോളും വേണ്ട, ബാസ്കറ്റ് ബോളും വേണ്ട അല്ലേ? അല്ലേ മക്കളെ?
ഓക്കെ ശരി. നിങ്ങൾ എപ്പോഴൊക്കെയാണ് കളിക്കാൻ പോകുന്നത്? എപ്പോഴൊക്കെ കളിക്കാൻ പോകുന്നത് പറഞ്ഞേ. വൈകുന്നേരം. വൈകുന്നേരം. ആരുടെ കൂടെയാ കളിക്കുന്നത്? ആരുടെ കൂടെയാ കളിക്കുന്നത്? എല്ലാം ഓണം ആഘോഷിച്ചിരുന്നപ്പോ എല്ലാം മറന്നു പോയോ? ഓണത്തിന് കളിക്കാൻ പോയില്ലേ? മഴയൊന്നും ഇല്ലായിരുന്നല്ലോ, നല്ല ആയിരുന്നല്ലോ. കൂട്ടുകാരുടെ കൂടെ എന്തെല്ലാം കളി? കൂട്ടുകാരോട് എന്തെല്ലാം കളി കളിച്ചു? ക്രിക്കറ്റ് കളിക്കും. പിന്നെ കളിക്കും. എന്തോ കേട്ടില്ല. മനസ്സിലായില്ല. ഊഞ്ഞാലാടി കഴിഞ്ഞ എന്താ ചെയ്യുന്നേ? സാറ്റ് കളിക്കും. ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ? ഗുഡ്. Then അത്രയൊക്കെ ഉള്ളൂ. ആലോചിച്ചിട്ട് വേറെ ഒരു ഗെയിമും കാണുന്നില്ല അല്ലേ? ഓക്കെ. ഇൻഡോർ ഗെയിം എന്തൊക്കെയാ കളിക്കുക? ഇൻഡോർ ഗെയിം ദാറ്റ് മീൻസ് the play which we play inside the house. That means indoor game. ഇൻഡോർ ഗെയിം എന്തൊക്കെയാ കളി ഇഷ്ടമാണ്? അധിക സമയം ടിവിയുടെ മുമ്പിലാണോ? പടം വരയ്ക്കും. ഓ ഗുഡ്. പടം വരച്ച പടം ഒന്ന് മിസ്സിനെ കാണിച്ചു തരുമോ? മിസ്സിന് പറഞ്ഞ അയച്ചു തരുമോ മോനെ വരയ്ക്കുന്ന പടം? മിസ്സിന് ഇഷ്ട പടം. മിസ്സിന് ഇഷ്ട പടം വരയ്ക്കുന്നവരെ. ഓക്കെ ആണോ? ഓക്കെ വെരി ഗുഡ്. എന്നിട്ട് നല്ലൊരു ചിത്രം വരച്ചിട്ട് മിസ്സിന് അയച്ചു തരണേ. അയച്ചു തരാണ് കേട്ടോ. മിടുക്കനാണ്. ഓക്കെ ഗുഡ്. ദെൻ റിച്ചാർഡ് എവിടെയോ നോക്കിയിരുന്നല്ലോ. അമൃത വെയിറ്റ്, ഞാൻ വരുന്നു. ഓക്കെ. റിച്ചാർഡ് സിജോ, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഗെയിം? ഫുട്ബോൾ. ഫുട്ബോൾ. ഓക്കെ. ആരുടെ ഫുട്ബോൾ കളിക്കുന്നത്? വോളിബോൾ. ഓക്കെ വോളിബോൾ. ആരുടെ മോൻ കളിക്കുന്നത് വോളിബോള്? ചേട്ടൻ്റെ കൂടെ. രണ്ടുപേരുടെ കൂടെയാ കളിക്കുന്നേ? ഓക്കെ. നോർമൽ ഗെയിമിൽ ഹൗ മെനി players are there in that team? ഫുട്ബോളില് ഫുട്ബോളില് 11. ഓക്കെ ഗുഡ്. ദെൻ നെക്സ്റ്റ് അമൃത ഹാൻഡ്. എന്താ അമൃത? അമൃത ലിസൺ ഹിയർ. ഞാൻ സ്കിപ്പിംഗ് ചെയ്യലുണ്ട്. പിന്നെ കളിക്കലുണ്ട്. സാറ്റുണ്ട്. ഒത്തിരി കളിക്കലുണ്ട്. എന്തോന്ന് കേട്ടില്ല. കളിക്കലുണ്ട്. ചെസ്സോ? ഗുഡ്. ആരോടെ ചെസ് കളിക്കുന്നേ? ഞാൻ എന്റെ ഏട്ടന്റെ ഒപ്പം കളിക്കലുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ചെസ്സിൽ എത്ര ബോക്സസ് ഉണ്ട്, കോളംസ് ഉണ്ടെന്ന് പറയാമോ? രാജാവ്, അതവരുടെ പേരുകൾ. രാജാവ്, ദെൻ തേര്, മന്ത്രി, വടൻ. ആരാണ്? വടൻ. ഓക്കെ ഓക്കെ. സോൾജർ. ഓക്കെ. പിന്നെ ദീക്ഷിതും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നു മോള് പിന്നെ ചെസ് കളിക്കുന്നതിനെ കുറിച്ച്. ഇല്ലേ ദീക്ഷിതേ? ഓക്കെ ഓക്കെ. പിന്നെ നെക്സ്റ്റ് ജിയ റോസ്. ഓക്കെ ജിയ. ഓക്കെ. ജിയ നല്ല ചിരിച്ച് സന്തോഷത്തോടെ ആൻസർ പറയാൻ റെഡി ആയിട്ടിരിക്കുക. മോള് പറഞ്ഞേ. അറിയില്ലേ? എവിടെ പോയി? ജിയ
ജിയനെ കാണണ്ടായി. മഴയാണോ? ഓക്കെ. മോള് പറഞ്ഞേ. ഏത് ഒരു ഗെയിം കളിക്കുന്നില്ലേ പൊന്നു? അയ്യോ, അത് പറ്റത്തില്ല. ഏതെങ്കിലും ഗെയിം കളിക്കണം. എന്നാലും മോക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം പറഞ്ഞേ. മക്കളല്ലേ, മക്കൾ ഓടിച്ചാടി കളിച്ചല്ലേ വളരണ്ടേ അല്ലേ? ബാസ്കറ്റ് ബോൾ കളിക്കുവോ? ആരുടെ കൂടെയാ കളിക്കുന്നേ? അനിയന്റെ കൂടെ ബാസ്കറ്റ് ബോൾ. അപ്പൊ ആരാ മിക്കവാറും ജയിക്കുക ബാസ്കറ്റ് ബോൾ കളിച്ചാല്? അനിയന്റെ കൂടെ അല്ലേ കളിക്കുന്നേ? അതുകൊണ്ടാ അത് ആ ഗെയിം തന്നെ കളിക്കുന്നല്ലേ? അനിയൻ എത്രയിൽ പഠിക്കുന്ന മോനാ? പഠിക്കുന്നുണ്ടോ? LKG. ഗുഡ്. ഓക്കെ. Then Biona, say about your favorite game. Unmute Biona. ഉള്ളീന്ന് ലൂഡോ കളിക്കും. എന്നാ മോനെ? ഉള്ളീന്ന് ലൂഡോ കളിക്കും. ഇൻഡോർ ഗെയിം ആയിട്ട് ലൂഡോ കളിക്കും. ഓക്കെ, ഗുഡ്. Then പുറത്തുനിന്ന് ക്രിക്കറ്റ് കളിക്കും. ഔട്ട്ഡോർ ക്രിക്കറ്റ്. ഓക്കെ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഓക്കെ. അത്രയൊക്കെ ഉള്ളോ? ടീച്ചർ എന്താ കളിക്കുന്നേ? എന്റെ ദൈവമേ, അത് നല്ല അത് നല്ലൊരു ഗെയിം. ചോദ്യമായി പോലെ മിസ് എന്ത് ഗെയിമാ കളിക്കുന്നേന്ന്. മിസ്സിന്റെ മോന്റെ കൂടെ ലൂഡോ കളിക്കും, ചെസ് കളിക്കും. അത്രയും പുറത്തുള്ള കളിയൊന്നും മിസ് കൂടാതെ. ചിലപ്പോ ഒക്കെ ക്രിക്കറ്റ് കളിക്കും, ബോൾ എറിഞ്ഞു കൊടുക്കും. അല്ലേ അവനെ മിസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാ ഉള്ളതേ. എന്നെ ഇരുത്തത്തില്ല മഴയില്ലെങ്കില്. അല്ലെ അവന് സ്വിമ്മിങ്ങിന് കൊണ്ടുപോകണം. അങ്ങനൊക്കെ അത്രയൊക്കെ ഉള്ളൂ. മിസ് ഒത്തിരി പ്രായമായിരുന്നു. നിങ്ങളെ പോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റുമോ? എന്നാലും മിസ്സിന് ഗെയിം ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ. അഫൂന എന്തോ? ഞാൻ ടീച്ചറും കുട്ടിയും കളിക്കും. ടീച്ചറും കുട്ടിയും കളിക്കുവോ? ഓക്കെ. ഓക്കെ, ഗുഡ്. അഫൂന, unmute yourself. Which is your favorite indoor game? ഡ്രോയിങ് വരക്കും, പിന്നെ കിച്ചൺ സെറ്റ് കളിക്കും. പുറത്തുനിന്ന് സൈക്കിൾ ഓടിക്കും. സൈക്ലിംഗ് ആണല്ലേ? ഗുഡ്. സൈക്കിൾ റേസ് നടത്താറുണ്ടോ? സൈക്കിൾ റേസ്. ഓക്കെ. ആരുടെ കൂടെയാണ് റേസിംഗ്? പാപ്പാന്റെ കൂടെ കളിക്കുന്നെങ്കിൽ എപ്പോഴും വിന്നർ നീ തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? ബാപ്പനെ തോപ്പിക്കൂലേ? ഓക്കെ, വെരി ഗുഡ്. എപ്പോഴും തോപ്പിക്കണേ. ഓക്കെ. നമ്മുടെ റയാൻ PP റെഡി ആയിരിക്കുന്നുണ്ട്. റയാൻ, unmute yourself. Which is your favorite outdoor game? മോന്റെ ഇഷ്ടപ്പെട്ട പുറത്തുനിന്ന് കളിക്കുന്ന കളി ഏതാ? ബോയ്സ് ആകുമ്പോ ഔട്ട്ഡോർ ഗെയിം ആണ്. ഓക്കെ. ഫുട്ബോൾ ആണ്. ആരുടെ കൂടെയാണ് കളിക്കുന്നത് ഫുട്ബോള്? ഏട്ടന്റെ കൂടെ. ഏട്ടൻ എത്രയിലാ പഠിക്കുന്നേ? 9-ലാണല്ലേ? ഓക്കെ. ദെൻ എന്നിട്ട് എത്ര വർഷം ഏട്ടനെ തോപ്പിച്ചിട്ടുണ്ട്? ഞാൻ തോറ്റിട്ടേല്ലോ. അയ്യോടാ, സാരമില്ല കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോ കളിച്ചു മിടുക്കനാകുമ്പോ ഏട്ടനെ തോപ്പിക്കാം കേട്ടാ. അങ്ങനല്ലേ, കളിച്ചു പഠിക്കുമ്പോ അങ്ങനെയാണല്ലേ? എന്നാലും മോൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് മിസ്സിന് ഭയങ്കര ഇഷ്ടമായി. സാധാരണ മക്കൾക്ക് തോറ്റു എന്ന് പറയാൻ സമ്മതിക്കൂല അവര്.
വാശി പിടിച്ച് ഞാനാ ജയിച്ചെന്ന് പറയും. പക്ഷെ മോൻ മിടുക്കനാണ്, നല്ല മോനാണ്, അതുകൊണ്ടാണ് അല്ലേ തോൽവിനെ അംഗീകരിച്ച് പറഞ്ഞത് കേട്ടോ. നല്ല കുഞ്ഞുങ്ങൾക്കേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മിടുക്കനാണേ. ഇതാ നമ്മുടെ ആയുഷ് ബീവി റെഡി ആയിട്ടിരിക്കുന്നു. only 10 minutes remaining. Okay, ആയുഷ് ബീവി. ആയുഷ്, okay, which is your favorite indoor game? That is outdoor game. The cricket is a good. ആരുടെ കളിക്കുന്നേ? അപ്പുറത്തെ വീട്ടിലെ പിള്ളേരപ്പഴാണ്. ഓ, അടുത്ത വീട്ടുകളുടെ കുട്ടികളുടെയാണ് കളിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പം കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ടോ? മോന് കേക്കാമോ മിസ് പറയുന്നേ? ഓക്കെ, ദെൻ നമുക്ക് നമ്മളുടെ പാഠത്തിലേക്ക് വരാം. അപ്പോൾ വി ആർ എ ടീം എന്നതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടോ, how many players are there in the team for the sports given below? Choose from the box, write the correct answers കണ്ടുപിടിച്ച് ഈ ബോക്സിനകത്ത്, അതായത് ഖോഖോയിൽ എത്ര കുട്ടികൾ കളിക്കും, എത്ര പേഴ്സൺസ് കളിക്കും, അതുപോലെ ഫുട്ബോളിന്റെ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഫുട്ബോൾ, ലൈക്ക് ദാറ്റ് വോളിബോൾ പ്ലേയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ഇൻ, ഓക്കെ, അത് ഫില്ല് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഇനി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മിസ് നിങ്ങൾക്ക് ടാറ്റ നെഹ്റുവിന്റെ PDF നോട്ട് അയച്ചു തരും. അത് കുറച്ച് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാനുള്ളതുണ്ട്. ഫില്ലും ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ആക്കി ടാറ്റ നെഹ്റുവിന്റെ ഒരു ചിത്രവും അതുപോലെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷന്റെ ഒരു ചിത്രവും കിട്ടുമെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കളർഫുൾ ആക്കി മിസ്സിന് അയച്ചു തരണം. മിസ് പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ ക്ലാസ്സിന്റെ അല്ല, ടാറ്റ നെഹ്റുവിന്റെ ഒരു നോട്ട് മിസ് സെൻഡ് ചെയ്തു തരും. PDF ആയിരിക്കും, സെൻഡ് ചെയ്തു തരും. അത് നിങ്ങൾ നോട്ടിലൊക്കെ എഴുതി വെച്ച് ടാറ്റ നെഹ്റുവിന്റെ ഒക്കെ ചിത്രമൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കണം. എന്നിട്ട് അത് നെക്സ്റ്റ് കമ്മിങ് തേഴ്സ്ഡേയിൽ യു വിൽ ഹാവ് എ ക്ലാസ് ടെസ്റ്റ് ഓഫ് ദാറ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ടാറ്റ നെഹ്റു. സോ സ്റ്റഡി വെൽ, ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എക്സാം. ക്ലിയർ? മിസ് പറഞ്ഞ മനസ്സിലായോ? ഈ ക്ലാസ് കഴിയുമ്പോൾ മിസ് ടാറ്റ നെഹ്റുവിന്റെ നോട്ട് അയച്ചു തരും. നിങ്ങൾ അത് നോട്ടിലേക്ക് എഴുതിയെടുക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഡേറ്റ് ഒക്കെ വെച്ച് എഴുതിയെടുക്കണം. അതിനുശേഷം മക്കൾ എന്ത് ചെയ്യണം? അതിൽ ടാറ്റ നെഹ്റുവിന്റെ ചിത്രവും ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷന്റെ ചിത്രവും അല്ലെങ്കിൽ ഒരു റെഡ് റോസിന്റെ ചിത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കി മിസ്സിന് അയച്ചു തരണം. അതുപോലെ നെക്സ്റ്റ് കമ്മിങ് തേഴ്സ്ഡേയിലുള്ള ക്ലാസ് ടെസ്റ്റിന് വേണ്ടി റെഡി ആയിരിക്കുകയും ചെയ്യണം. ആർ യു റെഡി? മിസ് പറഞ്ഞ മനസ്സിലായോ? മിസ് പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ മക്കളെല്ലാവരും മിടുക്കരായിരിക്കണം. ഓക്കെ, മിസ് പറയുന്ന വർക്കൊക്കെ ചെയ്യണം. റെഡി? ഇനി മിസ്സിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ദേവർഷ, ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ദേവർഷ? No.